ഒരു കുറുന്തോട്ടി പറിക്കാൻ വേണ്ടിയിട്ട് നാട് മുഴുവൻ ചുറ്റേണ്ട അവസ്ഥയായി. മുമ്പ് മുറ്റത്തും പറമ്പിലൊക്കെ നിറച്ചും കുറുന്തോട്ടി ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കണ സമയത്ത് കുറുന്തോട്ടീൻ്റെ താളി, കുറുപ്ലാവിൻ്റെ താളി, പിന്നെ ചെമ്പരത്തിയിലേൻ്റെ താളി ഇതൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് എനിക്ക് താരനും ഉണ്ടായിരുന്നില്ല, മുടി കൊഴിച്ചിലും ഉണ്ടായിരുന്നില്ല. മുടി നല്ല കട്ടിയുള്ള മുടി ഉണ്ടായിരുന്നു. ഇപ്പം ഷാമ്പു ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയ പിന്നെയാണ് ഈ മുടി കൊഴിച്ചിലും താരനൊക്കെ ഉള്ളത്. എൻ്റെ അമ്മയാണ് കേട്ടോ കുറുന്തോട്ടിയും കൊണ്ട് താളി ഉണ്ടാക്കാനുള്ള ഐഡിയ എനിക്ക് പറഞ്ഞു തന്നത്. അമ്മ പറയാറുണ്ട് അമ്മയുടെ കുട്ടിക്കാലത്തൊന്നും അമ്മ ഷാമ്പു ഒന്നും ഉപയോഗിക്കാറേ ഉണ്ടായിരുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ അമ്മക്ക് താരൻ്റെ പ്രശ്നമോ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നമോ ഒന്നും ഉണ്ടായിട്ടുമില്ല. കയ്യൂന്നി, ചെറുള്ള, രാമച്ചം ഇങ്ങനെ അമ്മയുടെ രഹസ്യക്കൂട്ടുകൾ ഇട്ട് ചൂടാക്കിയ എണ്ണയും തേച്ച് കുറുന്തോട്ടി താളിയും ഇട്ട ഒരു കുളി. ആഹാ! തലയിൽ നല്ല തണുപ്പ് കിട്ടാനും രാത്രി നല്ല ഉറക്കത്തിനും വേണ്ടിയിട്ട് ഈ താളി നല്ലതാണെന്ന് അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ട്.